Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ബ്ലൈൻഡ് സെയിൻറ്റ് ആൻഡ് ദ മിനിസ്റ്റർ. ബ്ലൈൻഡ് എന്നാൽ അന്ധനായ, കണ്ണു കാണാത്ത. സെയിൻറ്റ് എന്നാൽ സിദ്ധൻ, അന്ധനായ സിദ്ധനും മന്ത്രിയും. വൺസ്, പണ്ടൊരിക്കൽ, ദർ ലിവ്ഡ് എ ബ്ലൈൻഡ് സെയിൻറ്റ് ഇൻ എ ഹെർമിറ്റേജ്. ദർ ലിവ്ഡ് ജീവിച്ചിരുന്നു, എ ബ്ലൈൻഡ് സെയിൻറ്റ് ഒരു അന്ധനായ സിദ്ധൻ. ഇൻ എ ഹെർമിറ്റേജ്. ഹെർമിറ്റേജ് എന്നാൽ അർത്ഥം ഏകാന്തവാസം, സന്യാസാശ്രമം, ഇതൊക്കെയാണ് അർത്ഥം. പണ്ടൊരിക്കൽ ഒരു സന്യാസാശ്രമത്തിൽ ഒരു അന്ധനായ സിദ്ധൻ ജീവിച്ചിരുന്നു. ഹി വാസ് സെഡ് ടു ബി വെരി പയസ് ആൻഡ് പ്യുവർ. ഹി വാസ് സെഡ് ടു ബി വെരി പയസ്. പയസ് എന്നാൽ അർത്ഥം ഗുരുഭക്തിയുള്ള, ദൈവഭക്തിയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ളവനാണെന്ന് പറയപ്പെട്ടിരുന്നു. ആൻഡ് പ്യുവർ. പ്യുവർ എന്നാൽ ശുദ്ധമായ, കളങ്കമില്ലാത്ത. അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ളവനും വളരെ ശുദ്ധമായവനുമാണെന്ന് പറയപ്പെട്ടിരുന്നു. സെവറൽ പീപ്പിൾ ഫ്രം ഫാർ അവേ ലാൻഡ്സ് കെയിം ടു ഹിം. സെവറൽ പീപ്പിൾ ഒരുപാട് ആളുകൾ, ഫ്രം ഫാർ അവേ ലാൻഡ്സ്. ഫാർ അവേ എന്നാൽ വിദൂരമായ എന്നുള്ള അർത്ഥമാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും എന്താണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. സെവറൽ പീപ്പിൾ എന്നാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഹി യൂസ് ടു ടെൽ ദം ദയർ ഫ്യൂച്ചർ. ഹി യൂസ് ടു ടെൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ദം അവരോട്, ആ വരുന്ന ആളുകളോട്, ദയർ ഫ്യൂച്ചർ അവരുടെ ഭാവിയെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ആൻഡ് ദേ വുഡ് ഗിവ് ഹിം മോണിറ്ററി റിവാർഡ്സ് ഫോർ ഇറ്റ്. ആൻഡ് ദേ വുഡ് ആ വരുന്ന ആളുകൾ, ദേ അവർ, വുഡ് ഗിവ് നൽകാറുണ്ടായിരുന്നു, ഹിം അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്നു. മോണിറ്ററി റിവാർഡ്സ് എന്നാൽ ധനപരമായ എന്നുള്ള അർത്ഥമാണ്. മോണിറ്ററി പണമായിട്ടുള്ള പാരിതോഷികങ്ങൾ ആ വരുന്നവർ അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്നു. ഫോർ ഇറ്റ് എന്നാൽ അതിനു വേണ്ടിയിട്ട്, ആ ഭാവി പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ട്. വൺ ഡേ ഒരു ദിവസം, ദർ കെയിം എ 10-year-old ഗേൾ. ഒരു ദിവസം അവിടേക്ക് ഒരു 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വന്നു. എലിസബത്ത് എന്നു പേരുള്ള പെൺകുട്ടി. ഹൂസ് പേരൻസ് വേർ കിൽഡ്. ഹൂസ് എന്നാൽ ഇവിടെ ആ പെൺകുട്ടിയുടെ എന്നുള്ള അർത്ഥമാണ്. ഹൂസ് പേരൻസ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, വേർ കിൽഡ് കൊല്ലപ്പെട്ടിരുന്നു. ഷീ ഹാഡ് ഗോൺ ടു ലിവ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻറ്റ്. ഷീ ഹാഡ് ഗോൺ ടു ലിവ് അവൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് വിത്ത് ഹെർ അങ്കിൾ അവളുടെ അമ്മാവൻ്റെ കൂടെയും, ആൻഡ് അമ്മാവൻ്റെ ഭാര്യയുടെയും കൂടെയായിരുന്നു. വെൻ ഹെർ ആൻറ്റ് കെയിം ടു നോ എബൌട്ട് ദ ബ്ലൈൻഡ് സെയിൻറ്റ്. വെൻ ആ സമയത്ത്, ഹെർ ആൻറ്റ് കെയിം ടു നോ അവളുടെ അമ്മാവൻ്റെ ഭാര്യ അറിഞ്ഞ സമയത്ത്, എബൌട്ട് ദ ബ്ലൈൻഡ് സെയിൻറ്റ് അന്ധനായിട്ടുള്ള ആ സിദ്ധനെ പറ്റി അവളുടെ അമ്മാവൻ്റെ ഭാര്യ അറിഞ്ഞപ്പോൾ, ഷീ തോട്ട് ഓഫ് ടേക്കിംഗ് ഹെർ നീസ് ടു ഹിം. ഷീ തോട്ട് അവൾ ചിന്തിച്ചു, ഓഫ് ടേക്കിംഗ് ഹെർ നീസ് അവളുടെ, നീസ് എന്നാൽ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾ, ചേച്ചിയുടെ മകൾ, പെങ്ങളുടെ മക്കൾ, ഇതിനൊക്കെ നീസ് എന്നാണ് പറയുക. നീസ് എന്നാൽ പെൺകുട്ടിയാണെങ്കിലാണ് നീസ് എന്ന് പറയുക. പെങ്ങളുടെ മകളായിരിക്കാം, അല്ലെങ്കിൽ ആങ്ങളയുടെ മകളായിരിക്കാം, അതിനൊക്കെ നീസ് എന്നാണ് പറയുക. അനന്തരവൾ അവളുടെ അനന്തരവളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട് അവൾ ചിന്തിച്ചു, അമ്മാവൻ്റെ ഭാര്യ. ആസ് ദ റീച്ച്ഡ് ദ ഹെർമിറ്റേജ്. ഹെർമിറ്റേജ് എന്നാൽ സന്യാസാശ്രമം. ആസ് ദ റീച്ച്ഡ് അവർ എത്തിച്ചേർന്നപ്പോൾ, ദ ഹെർമിറ്റേജ് ആ സന്യാസാശ്രമത്തിൽ അവർ എത്തിച്ചേർന്നപ്പോൾ. ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഷീ റെക്കഗ്നൈസ്ഡ് ഹിം. ഷീ അവൾ, ആ പെൺകുട്ടി, റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നൈസ് എന്നാൽ തിരിച്ചറിയുക എന്നുള്ള അർത്ഥമാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ
തിരിച്ചറിയുന്നതിന് റെക്കഗ്നൈസ് എന്നാണ് പറയുക. ഷീ റെക്കഗ്നൈസ്ഡ് ഹിം. അവൾ അദ്ദേഹത്തെ, ആ സിദ്ധനെ തിരിച്ചറിഞ്ഞു. ഹി വാസ് ദ മർഡറർ ഓഫ് ഹെർ പേരൻസ്. മർഡറർ എന്നാൽ കൊലയാളി. അദ്ദേഹമായിരുന്നു അവളുടെ മാതാപിതാക്കളുടെ കൊലയാളി എന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹമായിരുന്നു കൊലയാളി അവളുടെ മാതാപിതാക്കളുടെ. അദ്ദേഹത്തെ അവൾ തിരിച്ചറിഞ്ഞു, ആ എലിസബത്ത് എന്നു പേരുള്ള പെൺകുട്ടി. അമിഡ്സ് ദ ക്രൗഡ് ഇൻ ദ ഹെർമിറ്റേജ്. അമിഡ്സ് എന്നതിനർത്ഥം ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. മധ്യത്തിൽ, കൂട്ടത്തിൽ, ഇതൊക്കെയാണ്. ക്രൗഡ് എന്നാൽ ജനക്കൂട്ടം. അമിഡ്സ് ദ ക്രൗഡ് ഇൻ ദ ഹെർമിറ്റേജ്. ആ ആശ്രമത്തിലെ ജനങ്ങൾക്കിടയിൽ വച്ച് എലിസബത്ത് കുഡ് നോട്ട് കണ്ടെയ്ൻ ഹെർ ഇമോഷൻസ്. എലിസബത്ത് കുഡിൻറ്റ്, എലിസബത്തിന് സാധിച്ചില്ല. കണ്ടെയ്ൻ എന്നതിനർത്ഥം നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ള അർത്ഥമാണ്. ഇമോഷൻസ് എന്നാൽ വികാരങ്ങളെ, മനോവികാരങ്ങളെ. അവളുടെ, എലിസബത്തിൻ്റെ മനോവികാരങ്ങളെ അവൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചില്ല. ഷീ പോയിൻറ്റഡ് അറ്റ് ദ ബ്ലൈൻഡ് സെയിൻറ്റ് ആൻഡ് ക്രൈഡ്. ഷീ പോയിൻറ്റഡ്, അവൾ ചൂണ്ടി, അറ്റ് ദ ബ്ലൈൻഡ് സെയിൻറ്റ്, ആ അന്ധനായിട്ടുള്ള സിദ്ധന് നേർക്ക് അവൾ ചൂണ്ടി, ആൻഡ് ക്രൈഡ്, എന്നിട്ട് കരഞ്ഞു. ഹി ഈസ് ദ മർഡറർ ഓഫ് മൈ പാരൻസ്. എൻ്റെ മാതാപിതാക്കളുടെ കൊലയാളി ഇദ്ദേഹമാണ് എൻ്റെ മാതാപിതാക്കളെ കൊന്നത്. ഹി ഹാഡ് കിൽഡ് മൈ ഇന്നസെൻറ്റ് പാരൻസ്. ഇന്നൊസെൻ്റ് എന്നാൽ നിരപരാധികളായിട്ടുള്ള. ഹി ഹാഡ് കിൽഡ് മൈ ഇന്നൊസെൻറ്റ് പാരൻസ്. എൻ്റെ നിരപരാധികളായിട്ടുള്ള മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. എവരിവൺ ഇൻ ദ ഹെർമിറ്റേജ് സ്കോൾഡഡ് ദ ലിറ്റിൽ ഗേൾ. എവരിവൺ ഇൻ ദ ഹെർമിറ്റേജ്, ആ സന്യാസാശ്രമത്തിലെ എല്ലാവരും സ്കോൾഡഡ്. സ്കോൾഡ് എന്നാൽ ശകാരിക്കുക. സ്കോൾഡഡ്, ശകാരിച്ചു. ദ ലിറ്റിൽ ഗേൾ, ആ ചെറിയ പെൺകുട്ടിയെ എല്ലാവരും, ആ ആശ്രമത്തിലെ എല്ലാവരും ശകാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹെർ ആൻഡ് ടു ലീവ് ദ ഹെർമിറ്റേജ് ഇമ്മീഡിയറ്റ്ലി. ആൻഡ് ആസ്ക്ഡ്, ശകാരിക്കുകയും ചെയ്തു, എന്നിട്ട് ആസ്ക്ഡ്, ആവശ്യപ്പെട്ടു. ഹെർ ആൻഡ്, അവളുടെ ആൻറ്റിയോട് ആവശ്യപ്പെട്ടു. ടു ലീവ്, അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു. ദ ഹെർമിറ്റേജ്, ആ സന്യാസാശ്രമം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന് തന്നെ അവിടം വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. വൺ മാൻ സെഡ്, ഒരു പുരുഷൻ പറഞ്ഞു. ഷീ ഈസ് ലൈയിങ്, അവൾ നുണ പറയുകയാണ്. ദ സെയിൻറ്റ് ഈസ് എ ഹോളി മാൻ. ഈ സിദ്ധൻ ഒരു പരിശുദ്ധനായ വ്യക്തിയാണ്. ഹോളി എന്നാൽ പരിശുദ്ധനായ. ഇദ്ദേഹം ഒരു പരിശുദ്ധനായ വ്യക്തിയാണ്. നോട്ട് എ മർഡറർ, ഒരു കൊലപാതകി അല്ല. ആസ് ദ ആൻഡ് ദ എലിസബത്ത് ലെഫ്റ്റ് ദ ഹെർമിറ്റേജ്. അങ്ങനെ ആൻറ്റിയും എലിസബത്തും അവിടെ നിന്നും, ആ ആശ്രമം വിട്ട് പോയി. ദേ വോക്ക്ഡ് അലോങ് ദ സ്ട്രീറ്റ്. അവർ തെരുവിലൂടെ നടന്നു പോയി. ആ സമയത്ത് എലിസബത്ത് വാസ് സ്റ്റിൽ ഷെയ്ക്കൺ ആൻഡ് ക്ലങ് ടു ഹെർ ആൻറ്റീസ് ഹാൻഡ്. എലിസബത്ത് അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ക്ലങ് എന്നാൽ ചേർന്ന് നിൽക്കുക, പറ്റിപ്പിടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവളുടെ ആൻറ്റിയുടെ കയ്യിൽ അവൾ പറ്റിപ്പിടിച്ചിരുന്നു. ദ ആൻഡ് ആസ്ക്ഡ്, ആൻറ്റി ചോദിച്ചു. ആർ യു അബ്സല്യൂട്ട്ലി ഷുവർ ഹി ഈസ് ദ വൺ ഹൂ ഹേർട്ട് യുവർ പാരൻസ്. നിനക്ക് തീർച്ചയാണോ നിന്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചത് ഇദ്ദേഹമാണെന്ന്? എലിസബത്ത് സെഡ്, എലിസബത്ത് പറഞ്ഞു. യെസ് ആൻറ്റി, അതെ. ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. ഐ സോ ഹിം, ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ആൻഡ് ഐ റിമെമ്പർ ഹിസ് വോയിസ്. ഐ റിമെമ്പർ, ഞാൻ ഓർമ്മിക്കുന്നു. ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ ഓർമ്മിക്കുന്നു. ആൻഡ് സെഡ്, ആൻറ്റി പറഞ്ഞു. ഓക്കെ, ഐ ബിലീവ് യു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഹെർ ആൻഡ് വെൻ ടു ദ കിങ് ആൻഡ് ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. ഹെർ ആൻഡ്, അവളുടെ ആൻറ്റി, വെൻ ടു ദ കിങ്, രാജാവിന് അടുത്തേക്ക് പോയി. ആൻഡ് ടോൾഡ്, പോയിട്ട് പറഞ്ഞു. ഹിം, അദ്ദേഹത്തോട്, രാജാവിനോട് പറഞ്ഞു. ദ ഹോൾ സ്റ്റോറി, എല്ലാ മുഴുവനായിട്ടുള്ള കഥയും പറഞ്ഞു. ആൻഡ് ആസ്ക്ഡ് ഫോർ ജസ്റ്റിസ് ഫോർ ഹെർ ഇന്നസെൻറ്റ് സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ.
ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ആവശ്യപ്പെട്ടു ഫോർ ജസ്റ്റിസ് നീതി ആവശ്യപ്പെട്ടു, നീതി തേടി ഫോർ ഹെർ ഇന്നസെൻറ്റ് സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ എന്നാൽ ഭാര്യ സഹോദരൻ, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സഹോദരൻ, ഇതൊക്കെയാണ് അർത്ഥം. അവളുടെ നിരപരാധികളായിട്ടുള്ള സിസ്റ്ററും ബ്രദർ ഇൻ ലോയും കൊല്ലപ്പെട്ടതിന് നീതി തേടി. ഹൂ വേർ കിൽഡ് ബൈ ദ സെയിൻറ്റ് ആ സിദ്ധനാൽ കൊല്ലപ്പെട്ട സഹോദരിക്കും നിരപരാധിയായിട്ടുള്ള സിസ്റ്ററിൻ്റെയും അതുപോലെ ബ്രദർ ഇൻ ലോയുടെയും കൊലപാതകത്തിന് രാജാവിനോട് നീതി ആവശ്യപ്പെട്ടു. ദ കിങ് ആസ്ക്ഡ് ഹിസ് വൈസ് മിനിസ്റ്റർ ടു ഫിഗർ ഔട്ട് വാട്ട് റിയലി ഹാപ്പൻഡ്. ദ കിങ് ആസ്ക്ഡ് രാജാവ് ആവശ്യപ്പെട്ടു ഹിസ് വൈസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിവേകശാലിയായിട്ടുള്ള മന്ത്രിയോട് രാജാവ് ആവശ്യപ്പെട്ടു. ടു ഫിഗർ ഔട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. വാട്ട് റിയലി ഹാപ്പൻഡ് സത്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ദ മിനിസ്റ്റർ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ബൈ ടോക്കിംഗ് ടു പീപ്പിൾ ആൻഡ് കളക്ടിംഗ് എവിഡൻസ് ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദ മിസ്റ്ററി. ദ മിനിസ്റ്റർ സ്റ്റാർട്ടഡ് മന്ത്രി ആരംഭിച്ചു, ഇൻവെസ്റ്റിഗേറ്റിംഗ് അന്വേഷിക്കൽ ആരംഭിച്ചു, ബൈ ടോക്കിംഗ് ടു പീപ്പിൾ ആളുകളോട് സംസാരിച്ചുകൊണ്ട്, ആൻഡ് കളക്ടിംഗ് എവിഡൻസ് തെളിവുകൾ ശേഖരിക്കാനും ആരംഭിച്ചു ആളുകളോട് സംസാരിച്ചുകൊണ്ട്. ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദ മിസ്റ്ററി. മിസ്റ്ററി എന്നാൽ നിഗൂഢത, ബോട്ടം എന്നാൽ അടിത്തട്ട്, കീഴ്ഭാഗം. ആ നിഗൂഢതയുടെ അടിത്തട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആളുകളോട് സംസാരിച്ചുകൊണ്ട് തെളിവുകൾ ശേഖരിച്ചു. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം. ദ മിനിസ്റ്റർ വെൻറ്റ് ടു ദ ബ്ലൈൻഡ് സെയിൻറ്റ് ആൻഡ് സെഡ്. ദ മിനിസ്റ്റർ വെൻറ്റ് മന്ത്രി പോയി, ടു ദ ബ്ലൈൻഡ് സെയിൻറ്റ് ആ അന്ധനായിട്ടുള്ള സിദ്ധൻ്റെ അടുത്തേക്ക് പോയി, ആൻഡ് സെഡ് പോയിട്ട് പറഞ്ഞു. ഓ ഡിയർ സെയിൻറ്റ് ഓ ബഹുമാനപ്പെട്ട സിദ്ധ, ഐ ഹാവ് ഹേർഡ് സോ മച്ച് എബൌട്ട് യു ഫ്രം ദ പീപ്പിൾ. ഐ ഹാവ് ഹേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്, സോ മച്ച് എബൌട്ട് യു നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, ഫ്രം ദ പീപ്പിൾ ആളുകളുടെ പക്കൽ നിന്നും നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മീറ്റ് യു എനിക്ക് എപ്പോഴും നിങ്ങളെ കണ്ടുമുട്ടണമായിരുന്നു. ഈവൻ ദ കിങ് വാണ്ട്സ് ടു മീറ്റ് യു ഇൻ ഹിസ് കോർട്ട് രാജാവിന് പോലും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വച്ചിട്ട് നിങ്ങളെ കണ്ടുമുട്ടണമെന്നുണ്ട്. ദ ബ്ലൈൻഡ് സെയിൻറ്റ് വാസ് സ്പീച്ച്ലെസ്. സ്പീച്ച്ലെസ് എന്നാൽ മിണ്ടാട്ടമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ആ അന്ധനായ സിദ്ധന് മിണ്ടാട്ടമില്ലായിരുന്നു. ദിസ് ഈസ് ഇൻഡീഡ് ആൻ ഓണർ ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു ബഹുമതിയാണ്. ഐ വിൽ ഷുവർലി കം ടു ഹിം ഇൻ ദ ഈവനിങ് ഞാൻ തീർച്ചയായും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പക്കലിലേക്ക് വരും. ദ ബ്ലൈൻഡ് സെയിൻറ്റ് കെയിം ടു മീറ്റ് ദ കിങ് ഇൻ ദ ഈവനിങ്. ദ ബ്ലൈൻഡ് സെയിൻറ്റ് അന്ധനായ സിദ്ധൻ കെയിം ടു മീറ്റ് ദ കിങ് രാജാവിനെ കണ്ടുമുട്ടാൻ വന്നു, ഇൻ ദ ഈവനിങ് വൈകുന്നേരം. ജസ്റ്റ് ദെൻ വൈകാതെ ദ മിനിസ്റ്റർ കെയിം റണ്ണിങ് ടുവേർഡ്സ് ഹിം വിത്ത് എ സോഡ് ഇൻ ഹിസ് ഹാൻഡ്. ദ മിനിസ്റ്റർ മന്ത്രി കെയിം റണ്ണിങ് ഓടി വന്നു. ടുവേർഡ്സ് എന്നാൽ നേർക്ക്, ലക്ഷ്യമാക്കി എന്നുള്ള അർത്ഥമാണ്. ഹിം അദ്ദേഹത്തെ, ആ സിദ്ധനെ ലക്ഷ്യമാക്കിയിട്ട് മന്ത്രി ഓടി വന്നു. വിത്ത് എ സോഡ് ഒരു വാളുമായിട്ട്. സോഡ് എന്നാൽ വാള് എന്നാണ് അർത്ഥം. ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാളുമായിട്ട് ആ സിദ്ധന് നേർക്ക് മന്ത്രി ഓടി വന്നു. ദ ബ്ലൈൻഡ് സെയിൻറ്റ് ക്വിക്ക്ലി സ്റ്റാർട്ടഡ് റണ്ണിങ് ടു സേവ് ഹിസ് ഓൺ ലൈഫ്. ആ അന്ധനായ സിദ്ധൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി. ദ ഹോൾ കോർട്ട് സോ ദാറ്റ് ദ സെയിൻറ്റ് വാസ് നോട്ട് ബ്ലൈൻഡ്. ദ ഹോൾ കോർട്ട് ആ രാജസദസ്സിലുണ്ടായിരുന്നവർ മുഴുവനും കണ്ടു ദാറ്റ് ദ സെയിൻറ്റ് വാസ് നോട്ട് ബ്ലൈൻഡ് ആ സിദ്ധൻ ഒരു അന്ധനായിരുന്നില്ല എന്നുള്ളത് ആ രാജസദസ്സിലെ എല്ലാവരും കണ്ടു. They were shocked to see that a man had been fooling them for so long. They were shocked അവർ നെട്ടിത്തരിച്ചു. To see that അത് കണ്ട്.
എ മാൻ ഹാഡ് ബീൻ ഫൂളിങ്. ഒരു വ്യക്തി, ഒരു പുരുഷൻ വഞ്ചിക്കുകയായിരുന്നു ദം അവരെ ഫോർ സോ ലോങ്. ഫോർ സോ ലോങ് എന്നാൽ ഒരുപാട് കാലമായിട്ട്, ഒരുപാട് കാലത്തോളം ഒരു പുരുഷൻ അവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കി അവർ ആശ്ചര്യപ്പെട്ടു, അവർ ഞെട്ടിത്തരിച്ചു. ദ കിങ് സെൻറ്റൻസ്ഡ് ദ സെയിൻറ്റ് ഇമ്മീഡിയറ്റ്ലി. സെൻറ്റൻസ് എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശിക്ഷ നൽകുക, വിധിശിക്ഷ വിധിക്കുക, വിധി പ്രസ്താവന നടത്തുക, കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് അദ്ദേഹത്തെ, ആ സിദ്ധനെ കുറ്റക്കാരനാണെന്ന് പെട്ടെന്ന് തീരുമാനിച്ചു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിധി പ്രസ്താവന നടത്തി. ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്. ദ കിങ് സെഡ് ടു എലിസബത്ത്. രാജാവ് എലിസബത്തിനോട് പറഞ്ഞു, യു ഹാവ് ഷോൺ ദാറ്റ് ഈവൻ ദ യങ്ങസ്റ്റ് എമംഗ് us ക്യാൻ ബ്രേവ്ലി കൺഫ്രണ്ട് റോങ്. യു ഹാവ് ഷോൺ ദാറ്റ്, നീ അത് കാണിച്ചു. ഈവൻ ദ യങ്ങസ്റ്റ് എമംഗ് us, നമ്മുടെ ഇടയിലെ ഇളയവർക്ക് പോലും. ക്യാൻ ബ്രേവ്ലി, ബ്രേവ്ലി എന്നാൽ ധൈര്യസമേതം, ധൈര്യസമേതം സാധിക്കും. കൺഫ്രണ്ട് എന്നാൽ എതിരിടുക, എതിർക്കുക, നേരിടുക, ഇതൊക്കെയാണ് അർത്ഥം. റോങ് എന്നാൽ അന്യായം. നമുക്കിടയിലെ ഇളയ പ്രായമുള്ളവർക്ക് പോലും ധൈര്യസമേതം അന്യായത്തെ നേരിടാൻ സാധിക്കുമെന്ന് നീ കാണിച്ചു തന്നു. എലിസബത്ത് സെഡ് ഇൻ കോർട്ട്. എലിസബത്ത് സദസ്സിൽ വച്ച്, രാജസദസ്സിൽ വച്ച് പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ടഡ് ജസ്റ്റിസ് ഫോർ മൈ പേരൻസ്. എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടുക എന്ന് മാത്രമായിരുന്നു. യുവർ മാജസ്റ്റി, മാജസ്റ്റി എന്നാൽ രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ്. ഐ കുഡൻറ്റ് സ്റ്റേ ക്വയറ്റ്. ക്വയറ്റ് എന്നാൽ നിശബ്ദനായ, എനിക്ക് നിശബ്ദനായിരിക്കാൻ സാധിച്ചില്ല. ദ കിങ് വാസ് ഹാപ്പി ടു സീ ദാറ്റ് ഇൻ ഹിസ് കിങ്ഡം. ദ കിങ് വാസ് ഹാപ്പി, രാജാവ് സന്തോഷവാനായിരുന്നു. ടു സീ ദാറ്റ് ഇൻ ഹിസ് കിങ്ഡം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ അത് കണ്ടതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. ഈവൻ ദ യങ് ചിൽഡ്രൻ, ചെറിയ കുട്ടികൾ പോലും. ഈവൻ എന്നാൽ പോലും. ഈവൻ ദ യങ് ചിൽഡ്രൻ, ചെറിയ കുട്ടികൾ പോലും. സ്പോക്ക്, സംസാരിച്ചു. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്. ഈവിൾ എന്നാൽ തിന്മ, ദുഷ്കർമ്മത്തിന് എതിരായിട്ട്. ചെറിയ കുട്ടികൾ പോലും അതിനെതിരായിട്ട് സംസാരിച്ചു. ഇത് കണ്ട് രാജാവ് വളരെ സന്തോഷവാനായി. ആൻഡ് ഹോണേഡ് ദ ലിറ്റിൽ ഗേൾ വിത്ത് റിവാർഡ്സ്. ആൻഡ് ഹോണേഡ്, ഓണർ എന്നാൽ ഇവിടെ അർത്ഥം ആദരിക്കുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഹോണേഡ്, ആദരിച്ചു. ദ ലിറ്റിൽ ഗേൾ, ആ ചെറിയ പെൺകുട്ടിയെ. വിത്ത് റിവാർഡ്സ്, പാരിതോഷികങ്ങൾ ആ പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് ആ കുട്ടിയെ രാജാവ് ആദരിച്ചു.